സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഏകദന്തം മഹാകായം ദത്തകാഞ്ചനസനിവം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവിയേ നമഃ. ദേവീഭാഗവതത്തിൽ നമ്മൾ ഇപ്പോൾ പ്രഥമസ്കന്ധത്തിലെ നവമോധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മധുകയുടെ ബോധം. സൂത ഉവാച യഥാ വിനിർഗതാ നിദ്രാ ദേഹാത്യസ്യ ജഗദ്ഗുരോ നേത്രാസ്യ നാസികാ ബാഹു ഹൃദയേഭ്യസ്തതോരസാം. കണ്ണ്, മുഖം, മൂക്ക്, കയ്യ്, ഹൃദയം, മാർഡം എന്നീ ക്രമത്തിൽ ജഗദ്ഗുരുവിൻ്റെ ശരീരത്തിൽ നിന്നെല്ലാം ആ നിദ്രാദേവി വിട്ടൊഴിഞ്ഞപ്പോൾ താമസീ ശക്തികളിൽ ഉത്തമയായ നിദ്രാദേവി പൂർണ്ണമായും വിട്ടൊഴിഞ്ഞ് ആകാശത്തേക്ക് നിലകൊണ്ടപ്പോൾ ജഗന്നാഥനായ വിഷ്ണു വീണ്ടും വീണ്ടും കൊട്ടുവായിട്ടുകൊണ്ട് എഴുന്നേറ്റു. അപ്പോൾ ഭയപ്പെട്ട് വിറപ്പുണ്ട് നിൽക്കുന്ന ബ്രഹ്മപ്രജാപതിയെ കണ്ട് മേഘഗംഭീരമായ സ്വരത്തിൽ ഭഗവാൻ ചോദിച്ചു, കിമാഗതോസി ഭഗവൻ തപസ്യക്തത്ര പത്മജാം കസ്മാ ചിന്താതുരോസി ത്വം ഭയാകുലിതമാനസ. എന്തുകൊണ്ടാണ് അങ്ങ് ഇത്ര ചിന്തിച്ചു നിൽക്കുന്നത്? തപസ് മതിയാക്കി ഇങ്ങോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ബ്രഹ്മവാച, ഹേ ദേവ, അങ്ങയുടെ കർണമലത്തിൽ നിന്ന് ജനിച്ചവരായ മധുകൈടവന്മാർ, മഹാശക്തരും ഘോരരൂപികളുമായ മധുകൈടവന്മാർ എന്നെ കൊല്ലാനായി അടുത്തെത്തിയിരിക്കുന്നു. ജഗത്പതേ, ഞാൻ അവരെ ഭയപ്പെട്ട് അങ്ങയുടെ അടുത്തേക്ക് ഓടി വന്നിരിക്കുകയാണ്. രക്ഷപ്പെട്ട് വന്ന് എന്നെ ഇപ്പോൾ അങ്ങോ രക്ഷിക്കണം. വിഷ്ണു പറഞ്ഞു, മൂഢന്മാരായ അവർ യുദ്ധത്തിനായി എൻ്റെ അരികിൽ വന്ന് ആയുസ്സറ്റവരായതുകൊണ്ടാണ്. ഇപ്പോൾ ഭയപ്പെടാതെന്നുകൊള്ളൂ, ഞാൻ അവരെ വധിച്ചുകൊള്ളാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ മധുകൈടവന്മാർ അവിടെ എത്തിച്ചേർന്നു. ഹേ മുനിപ്രഖ്യരെ, ആ ജലത്തിൽ നിരാധാരരായി നിന്നുകൊണ്ട് ഒരു കൂസലും കൂടാതെ മതോന്മത്തരായ അവർ ബ്രഹ്മാവിനോട് പറഞ്ഞു, ഇവൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുന്നത് കൊണ്ടെന്ത്? ഇവൻ നിന്നെ രക്ഷിക്കാൻ പോകുന്നില്ല, വിഷ്ണു വന്ന് നിന്നെ രക്ഷിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ഇവനെ കാണുക നിന്നെ കൊല്ലുന്നുണ്ട്. പിന്നീട് സർപ്പത്തിൻ്റെ പുറത്ത് കിടക്കുന്ന ഇവനെയും ഞങ്ങൾ കൊല്ലും. ഇപ്പോൾ യുദ്ധം ചെയ്യൂ, അല്ലെങ്കിൽ കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറയുക. അത് കേട്ട് ജനാർദ്ദനായ വിഷ്ണു അവരോട് പറഞ്ഞു, ഹേ ദാനവശ്രേഷ്ഠരെ, നിങ്ങൾ രണ്ടുപേരും എന്നോട് യുദ്ധം ചെയ്യുവിൻ. നിങ്ങൾ ഇരുവരുടെയും യുദ്ധത്തിനുള്ള കുഴപ്പം ഞാൻ യുദ്ധം ചെയ്ത് ഇല്ലാതാക്കാം. ഈ വാക്ക് കേട്ട് രണ്ടുപേരുടെയും കണ്ണുകൾ കോപം കൊണ്ട് കലങ്ങി. നിരാധാരരായ നീരിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ ഒരുമ്പെട്ടു. കുപിതനായ മധുകൂഢൻ ഹരിയുമായി യുദ്ധം ചെയ്യാൻ വേഗം മുന്നോട്ടാഞ്ഞു. കൈടവൻ കാഴ്ചക്കാരനായി നിന്നു. മതിച്ച രണ്ട് മല്ലന്മാർ തമ്മിലെന്ന പോലെ അവർ തമ്മിൽ യുദ്ധം തുടങ്ങി. രണ്ടുപേരും മാറി മാറി വിഷ്ണുവിനോട് ദ്വന്ദ്വയുദ്ധം ചെയ്തു. ബാഹുക്കൾ കൊണ്ട് യുദ്ധം ചെയ്തു. ബ്രഹ്മാവും ദേവിയും കാഴ്ചക്കാരായി നിന്നു. വിഷ്ണു ആകട്ടെ യുദ്ധം ചെയ്ത് തളർന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ മധുകൈടവന്മാരെ വീഴ്ത്താൻ കഴിയുന്നില്ല. രണ്ടുപേരും മാറി മാറി വിശ്രമം എടുത്തുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ വിഷ്ണു തുടർച്ചയായി നിന്ന് യുദ്ധം ചെയ്യുന്നു. ഇങ്ങനെ യുദ്ധം തുറന്നു വിഷ്ണു വിചാരിച്ചു, ഇങ്ങനെ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, ഇവരെ കൊല്ലുന്നതിൽ എന്തെങ്കിലും ബുദ്ധി കൊണ്ട് വഴി ആലോചിക്കണം. ക്ഷീണിതനെയും ഭയപ്പെട്ടവനെയും അസ്ത്രരഹിതനെയും വീണ ബാലനെയും വീരന്മാർ ഒരിക്കലും പ്രഹരിക്കുകയില്ല. അത് യുദ്ധനിയമമാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് വിശ്രമം ആവശ്യമാണ് എന്ന് വിഷ്ണു അവരോട് പറഞ്ഞു. നിങ്ങൾ മാറി മാറി ഇടയ്ക്കിടെ വിശ്രമിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ വിശ്രമിക്കുന്നതേയില്ല. ഞങ്ങൾ രണ്ടുപേരും ഞാൻ വിശ്രമിച്ചു കഴിയുന്നതുവരെ കാത്തു നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു വിശ്രമത്തിനായി നീങ്ങി. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് ദാനവന്മാർ രണ്ടുപേരും യുദ്ധം ചെയ്യുന്ന സ്ഥലത്തു നിന്നും മാറി നിന്നു. ചതുർഭുജനായ വിഷ്ണു
ദൂരെ മാറി നിൽക്കുന്ന ആ രണ്ടുപേരെയും കണ്ടിട്ട് എങ്ങനെയാണ് അവരെ വധിക്കേണ്ടതെന്ന് മനസ്സുകൊണ്ട് ആലോചിച്ചു. രണ്ടുപേരും ദേവിയിൽ നിന്ന് വരം നേടിയവരാണ്. ഇവർ ആഗ്രഹിക്കുന്ന മൃത്യു മാത്രമേ ഇവർക്ക് കിട്ടുകയുള്ളൂ എന്ന് വിഷ്ണുവിന് മനസ്സിലായി. വെറുതെ ഞാൻ യുദ്ധം ചെയ്ത് സമയം പാഴാക്കിയാണ് ചെയ്തത്. അതുകൊണ്ട് ദേവിയുടെ ഇച്ഛയോടുകൂടി മാത്രമേ ഇവരെ വധിക്കാൻ കഴിയുള്ളൂ. ഭഗവത്യാ വരോദത്തസ്തയോ സോപി ചതുർഘടാ മരണം സ്വേച്ഛയാ കാമം ദുഃഖിതോപിന വഞ്ചതി. ആ ദേവി ഇവർക്ക് വരം നൽകിയിരിക്കുന്നു. ദുർഘടമായ വരമാണ്. അവർ ആഗ്രഹിക്കാതെ അവരുടെ മരണം സംഭവിക്കുകയില്ല എന്ന്. രോഗഗ്രസ്തൻ പോലും ഒരിക്കലും മരിക്കുവാൻ ആഗ്രഹിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വരം എങ്ങനെയാണ് ഇവരെ വധിക്കുന്നത് എന്ന് വിഷ്ണു ആലോചിച്ചു. കാമങ്ങളെല്ലാം നൽകുന്ന വിദ്യാശക്തിയെ തന്നെ ശരണം പ്രാപിക്കുവാൻ വിഷ്ണു തീരുമാനിച്ചു. വിഷ്ണു സരസ്വതീ ദേവിയെ ധ്യാനിക്കാൻ തുടങ്ങി. വിഷ്ണു ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കെ മംഗളാത്മികയും മനോഹരിയുമായ യോഗനിദ്രാദേവി ആകാശത്ത് സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തിന് കാണാനായി. അമേ ആത്മാവും യോഗവത്തുമായ വിഷ്ണു കൈകൂപ്പിക്കൊണ്ട് വരദയും ഭുവനേശ്വരുമായ ആ ദേവിയെ വണങ്ങി. നമോ ദേവി മഹാമായേ സൃഷ്ടി സംഹാരകാരിണി അനാദിനിധനേ ചണ്ഡി ഭുക്തിമുക്തിപ്രദേ ശിവേ നദേ രൂപം വിജാനാമി സഗുണം നിർഗുണം ദദാ ചരിത്രാണി കുതോ ദേവി സംഖ്യാതീതാനി യാനിതേ. അമ്മയുടെ ശക്തിപ്രഭാവം എന്തെന്ന് ഞാൻ മനസ്സിലാക്കി. അമ്മയുടെ ശക്തിയിലകപ്പെട്ട് ഞാൻ നിദ്രയിലകപ്പെട്ട് കിടക്കുകയായിരുന്നല്ലോ ഇതുവരെ. ബ്രഹ്മാവ് വിചാരിച്ചിട്ടും എന്നെ ഉണർത്തുവാൻ കഴിയുന്നില്ലായിരുന്നു. അത്രയ്ക്ക് ഞാൻ ക്ഷീണിച്ചു. അവിടെ നിന്ന് വരം നൽകിയ സമർത്ഥരായ 2 അസുരന്മാർ ക്ഷീണിച്ചിട്ടില്ല. യുദ്ധം ചെയ്ത് ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു അമ്മേ. അതുകൊണ്ട് ഇവരെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ എന്താണ് മാർഗമെന്ന് അമ്മ എനിക്ക് കാണിച്ചു തരണം. കാരണം പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അമ്മയുടെ വരദാനം കൊണ്ടാണ് ഇവർക്ക് ഒന്നും സംഭവിക്കാത്തതെന്ന്. പ്രണമിച്ചു നിൽക്കുന്ന ജഗന്നാഥനും സനാതനുമായ വാസുദേവനോട് ദേവി അരുളി ചെയ്തു. ഹേ ദേവദേവ ഹരേ വിഷ്ണു, അങ്ങ് അവരോട് യുദ്ധം ചെയ്താലും ശൂരന്മാരായ ഈ 2 പേരും വഞ്ചന ചെയ്ത് മോഹിപ്പിച്ചാലേ അവരെ കൊല്ലാൻ കഴിയൂ. എൻ്റെ കടക്കണ്ണുകൊണ്ട് ഞാൻ അസുരന്മാരെ തീർച്ചയായും മോഹിപ്പിച്ചു കൊള്ളാം. എൻ്റെ മായാൽ മോഹിതരായ ഇവരെ വിഷ്ണു അങ്ങയ്ക്ക് വേഗം കൊല്ലാം. ദേവിയുടെ ആനന്ദപ്രദമായ വാക്ക് കേട്ടിട്ട് വിഷ്ണു മഹാസമുദ്രത്തിൽ യുദ്ധം ചെയ്യാനുള്ള സ്ഥലത്ത് ചെന്ന് നിൽപ്പായി. അപ്പോൾ മഹാശക്തന്മാരായ അവർ 2 പേരും യുദ്ധത്തിന് തയ്യാറായി എത്തിച്ചേർന്നു. വിഷ്ണുവിനെ കണ്ടപ്പോൾ ഇരുവർക്കും സന്തോഷമായി. യുദ്ധത്തിൽ ജയിച്ചാൽ സന്തോഷമോ പരാജയപ്പെടൽ ദുഃഖമോ ഒരു മഹാത്മാവിനുണ്ടായിക്കൂടാ. ദാനവോരിയായ നീ പണ്ട് എത്രയോ അസുരന്മാരെ കീഴടക്കിയിരിക്കുന്നു എന്ന് വിഷ്ണു അവരോട് പറഞ്ഞു. ഇപ്പോൾ യുദ്ധത്തിൽ നീ ഞങ്ങളോട് തോറ്റിരിക്കുന്നു എന്ന് വിഷ്ണുവിനോട് അവരും പറഞ്ഞു. എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാപരാക്രമമുള്ള 2 പേരും യുദ്ധം ചെയ്യാൻ ഒരുങ്ങി അടുത്തേക്ക് വന്നു. വിഷ്ണു മുഷ്ടിയുരത്തി അവരെ പ്രഹരിക്കുവാൻ തുടങ്ങി. അവർ തമ്മിൽ ഭയങ്കരമായ ഒരു യുദ്ധം തുടങ്ങി. വിഷ്ണു ദേവിയെ കടാക്ഷിച്ചു. ദേവിയും വിഷ്ണുവിനെ കടാക്ഷിച്ചു. മന്ദസ്മിതവും പ്രേമഭാവവും കൂടിച്ചേർന്ന് ഉന്മത്തമായ ദേവിയുടെ മുഖം വീക്ഷിച്ച പാപികൾ ഇരുവരും മോഹവിവശരായി തീർന്നു. അവർക്ക് കടാക്ഷം അതിവിശേഷമായി തോന്നി. ദേവി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് അപ്പോൾ വിഷ്ണുവിനും അറിയാൻ കഴിഞ്ഞു. കർത്തവ്യോന്മുഖരായ ഭഗവാൻ വിഷ്ണു 2 പേരും മോഹവിവശരായി തീർന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ചിരിച്ചുകൊണ്ട് അവരോട് വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ 2 പേരും ഇഷ്ടമുള്ള വരം ആഗ്രഹിച്ചു കൊള്ളുവിൻ, ഞാൻ അത് നൽകാം. അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു, ഞങ്ങൾ നിനക്കല്ലേ വരം തരേണ്ടത്, നീ ഞങ്ങൾക്കാണോ വരം തരേണ്ടത്, ഞങ്ങളല്ലേ വീരന്മാർ എന്ന് മോഹപ്പെട്ടു. മോഹത്തിനടിമായ അവരോട് വിഷ്ണു വരദാനമായിട്ട് അവർ 2 പേരും വിഷ്ണുവിനാൽ വധിക്കപ്പെടണം എന്ന് തിരിച്ച് ആഗ്രഹിക്കപ്പെട്ടു.
വിഷ്ണുവിൻ്റെ വാക്കുകേട്ട് ദാനവർ രണ്ടുപേരും വളരെയധികം വിസ്മയിച്ചു പോയി. തങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലായി. ഹേ മധുസൂദന, ജലമില്ലാത്ത വിസ്തൃതമായ സ്ഥലത്ത് വെച്ച് നിനക്ക് ഞങ്ങളെ കൊല്ലാൻ കഴിയും. അങ്ങ് ഞങ്ങളുടെ ഈ ആഗ്രഹം സാധിച്ചു തന്നാലും എന്ന് അവർ തിരിച്ച് വരദാനമായി വിഷ്ണുവിനോട് ആഗ്രഹപ്പെട്ടു. ഉടൻ തന്നെ വിഷ്ണു സുദർശന ചക്രത്തെ സ്മരിച്ചു. പിന്നെ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ജലമില്ലാത്ത വിസ്തൃതമായ സ്ഥലത്ത് വച്ചല്ലേ നിങ്ങളെ വധിക്കേണ്ടത്. ഇങ്ങനെ പറഞ്ഞിട്ട് ദേവേശനായ വിഷ്ണു തൻ്റെ ഊരുക്കളെ വികസിപ്പിക്കുവാൻ തുടങ്ങി. ത്രിവിക്രമായ ഭഗവാന്റെ ഊരു ജലത്തിൽ മുഴുവൻ പരന്നു നിന്നു. ആ തുടയിൽ വെച്ച് വിഷ്ണു സുദർശനചക്രത്താൽ അവരെ വധിക്കുകയും ചെയ്തു. അങ്ങനെ അമ്മയുടെ അനുഗ്രഹത്തോടെ മധുകൈടവന്മാരുടെ ജീവൻ നഷ്ടമായി. സമുദ്രത്തിലെങ്ങും അവരുടെ മേധസ് പരന്നു. അതുകൊണ്ട് ആ മേധസ് കൊണ്ടുണ്ടായ ഭൂമിക്ക് മേദിനി എന്ന പേരുമുണ്ടായി. അതുകൊണ്ട് മുനീശ്വരന്മാരെ മണ്ണ് ഒരിക്കലും തിന്നുവാൻ യോഗ്യമല്ല എന്ന് സൂതൻ പറഞ്ഞു നിർത്തി. ദേവന്മാർക്കും അസുരന്മാർക്കും എല്ലാം ആരാധ്യയാണ് പരാശക്തി. അതിന് അതീതമായ മറ്റൊരു ശക്തി ഈ ത്രിലോകത്തിലും ഇല്ല. ഇത് സത്യമാണ്, സത്യമാണ്, സത്യമാണ്. വേദശാസ്ത്രങ്ങൾക്ക് സമ്മതമാണിത്. സഗുണഭാവത്തിലോ നിർഗുണഭാവത്തിലോ പൂജിക്കപ്പെടേണ്ടവളാണ് പരാശക്തി എന്ന് സൂതൻ പറഞ്ഞു നിർത്തുന്നതോടുകൂടി 9-ാം അധ്യായം, പ്രഥമസ്കന്ധത്തിലെ 9-ാം അധ്യായം സമാപിക്കുകയാണ്. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവിയേ നമഃ. ഇനി അടുത്ത അധ്യായത്തിൽ വീണ്ടും നമ്മൾ വേദവ്യാസനിലേക്ക് തിരിച്ചു വരികയാണ്. തപസ് ചെയ്യുന്ന വേദവ്യാസന് ശിവഭഗവാന്റെ വരദാനം കിട്ടുന്ന അധ്യായമാണ് 10-ാം അധ്യായം, പ്രഥമസ്കന്ധത്തിലെ 10-ാം അധ്യായം. ഋഷിയ ഊരു സൂതപൂർവം ത്വയാ പ്രോക്തം വ്യാസേനാം അമിത തേജസാ കൃത്വാ പുരാണമഖിലം ശുഭായാധ്യജിതം ശുഭം. അങ്ങ് നേരത്തെ തന്നെ പറഞ്ഞുവല്ലോ, ഹേ സൂത, അമിത തേജസ്വാനായ വ്യാസൻ പുരാണങ്ങളെല്ലാം രചിച്ചതിന് ശേഷം അവ ഓരോന്നും പുത്രനായ ശുഗനെ വേണ്ട വിധം പഠിപ്പിച്ചു എന്ന്. കൃത്വാ പുരാണമഖിലം ശുഗായാധ്യാപിതം ശുഭം. എല്ലാ പുരാണങ്ങളും രചിച്ചതിന് ശേഷം, ഉണ്ടാക്കിയതിന് ശേഷം ശുഗബ്രഹ്മർഷിയെ പഠിപ്പിക്കുകയും ചെയ്തു. തപോനിഷ്ഠനായിരുന്ന വ്യാസന് എങ്ങനെ പുത്രനായ ശുഗൻ ജനിച്ചു, വ്യാസനിൽ നിന്ന് അങ്ങ് അറിഞ്ഞ പ്രകാരം അത് വിസ്തരിച്ചു പറയൂ എന്ന് വീണ്ടും സൂതൻ എന്ന് ഋഷിമാർ ആവശ്യപ്പെട്ടപ്പോൾ സൂതൻ പറയുവാൻ തുടങ്ങി. സത്യവതി സുതനായ വ്യാസനിൽ നിന്ന് യോഗികളിൽ മുഖ്യനും മുനിയുമായ സാക്ഷാൽ ശുഗൻ ജനിച്ചത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങളോട് പറയാം. മേരുശൃംഗേ മഹാരമ്യേ വ്യാസ സത്യവതീ സുതാ തപശ്ചാരസോത്യുഗ്രം പുത്രാർത്ഥം കൃതനിശ്ചയം. സത്യവതീ സുതനായ വ്യാസൻ മേരുശൃംഗത്തിൻ്റെ മുകളിൽ ഉഗ്രമായ തപസ് ആരംഭിച്ചു. നാരദിൽ നിന്ന് ഉപദേശരൂപേണ ശ്രവിച്ച വാഗ്ബീജമായ ഏകാക്ഷരമന്ത്രം ജപിച്ചുകൊണ്ട് പരാശക്തിയായ മഹാമായയെ ധ്യാനിച്ചുകൊണ്ടും പുത്രകാമനായ ആ തപോനിധി അഗ്നിയുടെയും ഭൂമിയുടെയും വായുവിൻ്റെയും അന്തരീക്ഷത്തിൻ്റെയും ശക്തി ഒത്തുചേർന്ന പുത്രൻ തനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആഹാരം വെടിഞ്ഞ് മഹാദേവനെയും അതുപോലെ തന്നെ സദാശിവനെയും ആരാധിച്ചുകൊണ്ടും 100 വത്സരം തപസ് ചെയ്തു. ശക്തിയാണ് സർവത്ര പൂജിക്കപ്പെടുന്നതെന്ന് വീണ്ടും വീണ്ടും ആലോചിച്ച് ലോകത്തെവിടെയും അശക്തൻ നിന്ദിക്കപ്പെടുന്നു, ശക്തനാവട്ടെ പൂജിക്കപ്പെടുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് വ്യാസൻ തപസ് തുറന്നു. ഏത് പർവ്വതശൃംഗത്തിലാണോ കർണികാദ്രുമങ്ങൾ നിറഞ്ഞ അത്ഭുത വനമുള്ളത്, ദേവകളെല്ലാം ക്രീഡിക്കുന്നത്, അത്യധികം തപസ്വികളായ മുനിമാരുള്ളത്, ആദിത്യന്മാരും വസുക്കളും രുദ്രന്മാരും മരുത്തക്കളും അശ്വിനി ദേവന്മാരും മുനിമാരും മറ്റു ബ്രഹ്മജ്ഞാനികളുമുള്ളത്, സംഗീതധ്വനിയാൽ സാന്ദ്രമായ ഹേമഗിരിയുടെ ശൃംഗത്തിൽ ധർമാത്മാവും സത്യവതിസുതനുമായ വ്യാസൻ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ തേജസ് വിശ്വം മുഴുവനും വ്യാപിച്ചു. ബുദ്ധിമാനായ ആ പരാശരപുത്രൻ്റെ ജഡ അഗ്നിവർണ്ണമായി തീർന്നു.
വ്യാസൻ്റെ തേജസ് കണ്ട് ഇന്ദ്രന് ഭയമുണ്ടായി. ഭയപ്പെട്ടു നിൽക്കുന്ന ദേവേന്ദ്രനെ കണ്ടിട്ട് ഭഗവാൻ രുദ്രൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഹേ സുരേശ്വര, അങ്ങ് ഭയപ്പെട്ടിരിക്കുന്നുവല്ലോ, എന്താണ് അങ്ങേക്കിപ്പോൾ ദുഃഖകാരണം? താപസന്മാരോട് ഒരിക്കലും കോപിക്കേണ്ട കാര്യമില്ല. ഞാൻ ശക്തിയോട് ചേർന്നവനാണെന്ന് അറിഞ്ഞിട്ടാണ് മുനിമാർ തപസ് ചെയ്യുന്നത്. ഒരു പ്രകാരത്തിലും അഹിതം ആർക്കും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവല്ല ഈ താപസന്മാർ. ഇങ്ങനെ ശങ്കരൻ ഇന്ദ്രനോട് പറഞ്ഞു. വ്യാസൻ എന്തിനാണ് തപസ് ചെയ്യുന്നത്, എന്താണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് ഇന്ദ്രൻ ചോദിച്ചു. പരാശരപുത്രനാകട്ടെ പുത്രാർത്ഥിയായിട്ടാണ് തപസ് ചെയ്യുന്നത് എന്ന് ശങ്കരൻ പറഞ്ഞു. 100 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു തപസ് തുടങ്ങിയിട്ട്. ഉത്തമനായ പുത്രനെ ഞാൻ ഇപ്പോൾ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രസന്നവദനായ ഇന്ദ്രൻ പ്രസന്നവദനായ ഭഗവാൻ ദേവേന്ദ്രനോട് പറഞ്ഞു. ഋഷിയുടെ അടുത്ത് ചെന്ന് ജഗദ്ഗുരുവായ ശങ്കരൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഇന്ദ്രനോട് പറഞ്ഞിട്ട് ഭഗവാൻ വേദവ്യാസ മഹർഷിയുടെ മുമ്പിലെത്തി അദ്ദേഹത്തിന് അനുഗ്രഹം നൽകുവാനായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഹേ വേദവ്യാസനെ, അങ്ങയ്ക്ക് ഉത്തമനായ ഒരു പുത്രൻ ജനിക്കും. മഹാതേജസ്വിയും ജ്ഞാനിയും അങ്ങേക്ക് കീർത്തിയുണ്ടാക്കുന്നതുമായ അഖില ജനങ്ങൾക്കും പ്രിയങ്കരനായ ഒരു പുത്രൻ അങ്ങേക്ക് ജനിക്കും. അവൻ സാത്വികഗുണങ്ങൾ തികഞ്ഞവനും സത്യസന്ധനുമായിരിക്കും. ആ വാക്ക് കേട്ടപ്പോൾ കൃഷ്ണദ്വൈപായനൻ ശൂലപാണിയെ നമസ്കരിച്ചിട്ട് തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി. ദീർഘകാലത്തെ ശ്രമം കൊണ്ട് തളർന്ന അദ്ദേഹം ആശ്രമത്തിലെത്തിയിട്ട് ഗുഹ്യമായ അഗ്നി ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ അരണി കടയാൻ തുടങ്ങി. കടഞ്ഞുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പെട്ടെന്ന് പുത്രോൽപത്തിയേക്കുള്ള ചിന്ത വന്നു ചേർന്നു. അഗ്നി എങ്ങനെയോ അതുപോലെ എനിക്കൊരു പുത്രനുണ്ടാകും. പുത്രാരണി എന്ന് വിഖ്യാതനായ ഒരുവൾ എനിക്ക് ഇപ്പോൾ ഇല്ലല്ലോ. തരുണിയും സൗന്ദര്യവതിയും കുലത്തിൽ ജനിച്ചവളും പതിവ്രതയുമായ ഒരുവൾ ഉണ്ടെങ്കിൽ തന്നെയും കാലിന് വിലങ്ങായി തീരുന്ന അവളെ എങ്ങനെ പത്നിയാക്കി തീർക്കും? പുത്രോൽപാദന യോഗ്യതയും സദാ പാതിവ്രത്യനിഷ്ഠയുമായുള്ളവളാണെങ്കിലും എങ്ങനെ പത്നിയാക്കും? പതിവ്രതയും പുത്രോൽപാദനാർത്ഥയുമാണെങ്കിലും രൂപവതിയായ കാമിനി എപ്പോഴും ബന്ധനം തന്നെയാകുന്നു. തൻ്റെ തപസ്സിന് ഒരു തടസ്സമായിരിക്കും ഒരു ഭാര്യയെ സ്വീകരിച്ചാൽ. ഇങ്ങനെ ഓരോ രീതിയിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. ദുർഘടമായ ഗൃഹസ്ഥാശ്രമ ജീവിതം ഞാൻ എങ്ങനെ നയിക്കും? ഇപ്രകാരം ചിന്തിച്ചു കൊണ്ടിരിക്കെ ദേവേന്ദ്രൻ്റെ ശാസനപ്രകാരം ഘൃതാജി എന്ന അപ്സരസ് അവിടെ ആകാശത്തിൽ നിന്ന് കാണുമാറായി. സമീപത്തിയെന്ന അപ്സരസിനെ കണ്ടിട്ട് അദ്ദേഹം പെട്ടെന്ന് കാമാതീതനായി തീർന്നു. ധർമ്മത്തിൻ്റെ മുമ്പിൽ കടക്കാനാവാത്ത കാമഭാഗം എത്തിയിരിക്കുകയാണല്ലോ. വഞ്ചിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഇവളെ സ്വീകരിക്കുകയാണെങ്കിൽ മഹാത്മാക്കളായ താപസന്മാർ എന്നെ പരിഭ്രമിച്ചു പോയെന്ന് പറഞ്ഞ് പരിഹസിക്കും. മഹാതപസ്യായ ഇദ്ദേഹം ഒരു അപ്സരസിനെ കണ്ടിട്ട് എങ്ങനെ വിവശനായി തീർന്നു എന്നിങ്ങനെ ചിന്തിക്കും. ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് പുത്രലാഭം കൊണ്ടുണ്ടാവുന്ന സുഖം ലഭിക്കുന്നു. അത് സ്വർഗത്തെയും നൽകുന്നതായി പറയപ്പെടുന്നു. അതുപോലെ ജ്ഞാനികൾക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നെന്നും ഈ ദേവകന്യയിൽ നിന്ന് അത് ലഭിക്കില്ലെന്ന് തീർച്ചയാണ്. എങ്ങനെയാണ് ഉർവശി വശകനായ പുരൂരവസ് വഞ്ചിക്കപ്പെട്ടതെന്ന് നാരദൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നിങ്ങനെ വേദവ്യാസൻ ചിന്തിക്കാൻ തുടങ്ങി. ഇനി നമ്മൾ പുരൂരവസിൻ്റെ കഥയിലേക്കാണ് അടുത്ത അധ്യായത്തിൽ പ്രവേശിക്കുന്നത്. ദശമാധ്യായം ഇവിടെ പ്രഥമസ്കന്ധത്തിലെ ദശമാധ്യായം ഇവിടെ സമാപിക്കുന്നു. ഇനി പുരൂരവസിനെ കുറിച്ച് നാരദൻ എന്താണ് പറഞ്ഞത് എന്ന് വേദവ്യാസൻ ചിന്തിച്ചത് എന്താണ് എന്നുള്ളത് ഋഷിമാർ ചോദിക്കുമ്പോൾ സൂതൻ പറയുന്ന ഉത്തരമാണ് അടുത്ത അധ്യായം, ബുധോൽപത്തി എന്ന അധ്യായം. കോസോ പുരൂരവോ രാജ കോർവശീ ദേവകന്യക കഥം കഷ്ടം ച സംപ്രാപ്തം തേന രാജ്ഞാ മഹാമനാം. ആരാണ് ഈ പുരൂരവസ് എന്ന രാജാവ്? ആരാണ് ഉർവശി എന്ന ദേവകന്യ? മഹാത്മായ രാജാവിന് എങ്ങനെ കഷ്ടാവസ്ഥ സംഭവിച്ചു? ഇതൊക്കെയാണ് ഋഷിമാർ ചോദിച്ച ചോദ്യങ്ങൾ.
അങ്ങയുടെ വാക്സുത കേട്ടിട്ട് ഞങ്ങൾക്ക് തൃപ്തിയാകുന്നില്ല, അതുകൊണ്ട് അങ്ങ് പറഞ്ഞു തരൂ എന്ന് സൂതനോട് പറഞ്ഞു. സൂതൻ പറഞ്ഞു, ശൃണുദ്ധം മുനയ സർവേ കഥാം ദിവ്യാം മനോരമാം വക്ഷ്യാമ്യഹം യഥാബുദ്ധ്യാ ശ്രുതാം വാസവരോത്തമ. ദിവ്യവും മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതുമായ കഥ ഹേ മുനിമാരെ എല്ലാവരും കേട്ടുകൊള്ളുവിൻ. ഉത്തമനായ വ്യാസർഷിയിൽ നിന്ന് കേട്ടതനുസരിച്ച് ബുദ്ധിക്കത്തോണം ഞാൻ പറഞ്ഞു തരാം. താര എന്ന് പേര് കേട്ടവളായിരുന്നു ദേവഗുരുവായ ബൃഹസ്പതിയുടെ പത്നി. അവൾ രൂപയൗവനം തികഞ്ഞവളും ലാവണ്യം തികഞ്ഞവളും മതഗർഭിതയുമായിരുന്നു. സുന്ദരിയായ ഇവൾ ഒരിക്കൽ യാഗത്തിൽ യജമാനസ്ഥാനം വഹിച്ചിരുന്ന ചന്ദ്രൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. അത്യധികം രൂപയൗവന സമ്പന്നയായിരുന്ന ഇവളെ ചന്ദ്രൻ കാണുവാനിടയായി. ചന്ദ്രമുഖിയായ അവളെ കണ്ടപ്പോൾ തന്നെ കാമവിവശനായ ചന്ദ്രനെ കണ്ട അവളും കാമവിവശയായി. താരയും ശശിയും അന്യോന്യം പ്രേമബദ്ധരും കാമാർത്ഥരും കാമബാണങ്ങൾക്ക് വിധേയരുമായി തീർന്നു. രമാദേ മതമത്തോതോ പരസ്പര സ്പൃഹാന്യതോ ദിനാനി കതിചിത്രത്ത ജാനാനി രമമാണയോ. അങ്ങനെ അവർ ഒരുമിച്ച് കഴിയുവാൻ തീരുമാനിച്ചു. ബൃഹസ്പതിയുടെ ഭാര്യയും ചന്ദ്രനും ഒരുമിച്ച് കഴിഞ്ഞു. ബൃഹസ്പതിയാകട്ടെ ദുഃഖാർത്തനായി താരയെ തിരിച്ചു വിളിച്ചു. എന്നാൽ ചന്ദ്രനെ വിട്ട് താര വന്നില്ല. ബൃഹസ്പതി വീണ്ടും വീണ്ടും ശിഷ്യന്മാരെയും അയച്ചുകൊണ്ടിരുന്നു താരയെ തിരിച്ചു കൊണ്ടുവരാൻ. വന്നില്ല. ഒടുവിൽ ക്രുദ്ധനായ ബൃഹസ്പതി സ്വയം ചന്ദ്രഭവനത്തിലേക്ക് ചെന്നു. ഹേ ശീതാംശോ, ഹേ ചന്ദ്ര, നീ എന്തിനാണ് ധർമ്മവിരുദ്ധമായി എൻ്റെ ഭാര്യയെ നിന്റെ പക്കൽ രക്ഷിക്കുന്നത്? ഹേ ദേവ, നിന്റെ ഗുരുവാണ് ഞാൻ, എല്ലാവിധത്തിലും യജമാനൻ, യാഗം ചെയ്യുന്നവനാണ്. മൂഢ, ഗുരുഭാര്യയെ അനുഭവിക്കാനും രക്ഷിക്കാനും എന്താണ് കാരണം? ബ്രാഹ്മണഹത്യ ചെയ്യുന്നവൻ, സ്വർണം മോഷ്ടിക്കുന്നവൻ, മദ്യപൻ, ഗുരുപത്നിയെ പ്രാപിക്കുന്നവൻ, ഈ 4 പേരും മഹാപാതകികളെന്നാണ് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ദേവീഭാഗവതം പറഞ്ഞു തരുന്നു. ബ്രാഹ്മണഹത്യ, ബ്രഹ്മജ്ഞാനം ലഭിച്ചവനെ ഹത്യ ചെയ്യുവാൻ പാടില്ല. സ്വർണം മോഷ്ടിക്കുന്നവൻ അവൻ ബ്രഹ്മഹത്യാപാപമാണ് ചെയ്യുന്നത്. മദ്യപൻ, ഗുരുപത്നിയെ പ്രാപിക്കുന്നവർ, ഇവർ 4 പേരും മഹാപാതകികളാണ്. മഹാപാതകം ചെയ്തവനായ നീ ദുരാചാരനും അതിനിന്ദനുമാണ്. ഈ സ്ത്രീയെ നീ അനുഭവിച്ചോട്ട് സ്വർഗത്തിൽ വസിക്കാൻ നീ യോഗ്യനല്ല. ഇവളെ വിട്ടേക്കൂ, എൻ്റെ ഗൃഹത്തിലേക്ക് ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. അല്ലെങ്കിൽ നിന്നെ ഗുരുപത്നിയെ അപഹരിച്ചവനെന്ന് അറിയപ്പെടും എന്നിങ്ങനെ ഭാര്യാവിഹരത്തിൽ ദുഃഖിക്കുന്നവനും ക്രോധിഷ്ഠനുമായി സംസാരിക്കുന്നവനോട് രോഹിണീപത്നിയായ ചന്ദ്രൻ പറഞ്ഞു. ക്രോധാത്തേതു ദുരാരാധ്യ ബ്രാഹ്മണ ക്രോധവർജിത പൂജാർഹ ധർമ്മശാസ്ത്രജ്ഞ വർജനീയ സ്തതോന്യഥാം. ക്രോധമുള്ള ബ്രാഹ്മണൻ പൂജാർഹനല്ല. ധർമ്മശാസ്ത്രം അറിയുന്ന ബ്രാഹ്മണൻ ക്രോധമില്ലാത്തവനും പൂജാർഹനുമാണ്. അങ്ങനെ അല്ലാതുള്ളവരെ വർജിക്കുക തന്നെ വേണം. സുന്ദരിയായ ഇവൾ അങ്ങയുടെ ഭവനത്തിലേക്ക് വരും. എവിടെ നിന്നാൽ തന്നെ പുണ്യാത്മാവേ, ഇവിടെ നിന്നാലും അങ്ങയ്ക്ക് എന്താണ് ന്യൂനത? സുഖവും കാമവും ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവൾ എൻ്റെ അടുത്തേക്ക് വന്നത്. അവൾക്ക് ആഗ്രഹമുള്ളപ്പോൾ അവൾ തിരിച്ചു വരും. ജാതസംസർഗം കൊണ്ട് സ്ത്രീയും വേദകർമ്മങ്ങൾ കൊണ്ട് ബ്രാഹ്മണനും ദുഷിക്കുകയില്ലെന്ന് അങ്ങ് തന്നെ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ചന്ദ്രൻ പറഞ്ഞത് കേട്ടിട്ട് ചിന്താവിഷ്ണും അത്യന്തം ദുഃഖിതനും ആയ ദേവഗുരു തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങി. ഏതാനും ദിവസം തൻ്റെ ഗൃഹത്തിൽ കഴിഞ്ഞുകൂടിയ ശേഷം ചിന്താകുലനായ ഗുരു ഔഷധിപതിയായ അവൻ്റെ ഗൃഹത്തിലേക്ക് വീണ്ടും കടന്നു ചെന്നു. ദ്വാരപാലകൻ തടഞ്ഞുകൊണ്ട് വാതിലിൽ തന്നെ കോപത്തോടെ നിന്നു. ചന്ദ്രൻ അങ്ങോട്ട് ചെന്നില്ല. ബൃഹസ്പതി അതുമൂലം അത്യന്തം കുപിതനായി. ഇത്തവണ ദ്വാരപാലകൻ പോലും ചന്ദ്രനെ കാണുവാൻ ബൃഹസ്പതിയെ അനുവദിച്ചില്ല. വാതിലിന് വെളിയിൽ നിന്നുകൊണ്ട് കോപത്തോടെ ഗുരു വിളിച്ചത് പറഞ്ഞു. എടാ വിഡ്ഢി, പാപിഷ്ട, സുരാധമ, നീ വീട്ടിൽ തന്നെ കിടക്കുന്നു. വേഗം എൻ്റെ പ്രിയപ്പെട്ടവളെ തന്നോളൂ, അല്ലെങ്കിൽ ഞാൻ ശപിക്കും.
തരുന്നില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിന്നെ ഞാൻ ഭസ്മമാക്കുന്നുണ്ട്. ബൃഹസ്പതിയുടെ ഇപ്രകാരമുള്ള ക്രൂരവാക്കുകൾ കേട്ട് ചന്ദ്രൻ വേഗം ഭഗവതത്തിന് പുറത്തു വന്നു. സോമൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് എന്തിന് പറയുന്നു ഇങ്ങനെ? സർവലക്ഷണങ്ങളും ചേർന്ന ഈ സുന്ദരി എനിക്ക് ചേർന്നവളാണ്, അങ്ങയ്ക്ക് ചേർന്നവളല്ല. നാര്യയ്ക്ക് രതി തോന്നുന്നത് സദൃശനായ കാന്തനിലാണെന്ന് പറയപ്പെടുന്നു. ബുദ്ധികെട്ടവനെ, കാമശാസ്ത്രം നീ പഠിച്ചിട്ടില്ലേ? ദുർബുദ്ധി, ഇഷ്ടം പോലെ പോയിക്കോ. ഈ കാമിനിയെ ഞാൻ തരില്ല. എന്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങ് ചെയ്തുകൊള്ളൂ. കാമാർത്തനായ അങ്ങയുടെ ശാപം എന്നെ ബാധിക്കുകയില്ല ഗുരു. ഭാര്യയെ ഞാൻ തരില്ല. എന്താണോ അങ്ങ് ആഗ്രഹിക്കുന്നെന്നാൽ ചെയ്തു കൊള്ളുക എന്ന് ചന്ദ്രൻ പറഞ്ഞു. ശശിയുടെ വാക്കുകേട്ട് ഗുരു കോപാവിഷ്ടനായി ആലോചിച്ചു. ഉടൻ തന്നെ ഇന്ദ്രൻ്റെ ഭവനത്തിലേക്ക് എത്തിയിരുന്നു. ദുഃഖാഹതനായി അവിടെ വന്ന ഗുരുവിനെ ദേവേന്ദ്രൻ കണ്ടു. പാദ്യം, അർഘം, ആചമനീയം എന്നിവ നൽകി പൂജിച്ച ശേഷം ചോദിച്ചു, പപ്രച്ഛ പരമോദാരസ്തം തഥാവസ്ഥിതം ഗുരും കാചിന്താദേ മഹാഭാഗാശോകാർത്തോസി മഹാമുനേ. അങ്ങ് എന്തിനാണിങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത്? എൻ്റെ രാജ്യത്ത് ഗുരുവായ അങ്ങയെ ആരെങ്കിലും അപമാനിച്ചുവോ? എൻ്റെ സർവസൈന്യവും അങ്ങയ്ക്ക് അധീനമാണ്. ബ്രഹ്മാവും വിഷ്ണുവും അതുപോലെ ശംഭുവും മറ്റു ദേവപ്രമുഖരും സഹായം ചെയ്യും. അങ്ങ് എന്തിനെക്കുറിച്ച് വിഷമിക്കുകയാണെന്ന് പറയൂ. സൗന്ദര്യവതിയായ തൻ്റെ ഭാര്യ ചന്ദ്രനാൽ അപഹരിക്കപ്പെട്ട വിവരം ഗുരു ഇന്ദ്രനെ അറിയിച്ചു. എന്നെ സഹായിക്കണം ശതക്രതോ, ഞാൻ ദുഃഖിതനാണ്. ഇന്ദ്രൻ പറഞ്ഞു, ധർമ്മം അറിയുന്നവനെ അങ്ങ് ദുഃഖിക്കേണ്ട. അങ്ങയുടെ ദാസനാണ് ഞാൻ, അങ്ങ് എൻ്റെ ഗുരുവാണ്. അങ്ങയുടെ ഭാര്യയെ ഞാൻ തീർച്ചയായും കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ഉടൻ ദേവേന്ദ്രൻ ദൂതനെ അയക്കുവാൻ തുടങ്ങി. ദൂതൻ ചന്ദ്രൻ്റെ വാസസ്ഥാനത്ത് വേഗമെത്തി. വാഗ്മിയായ അവൻ ഇന്ദ്രൻ്റെ ദൗത്യം രോഹിണീപതിയെ അറിയിച്ചു. അങ്ങയെ കണ്ടു പറയാൻ ദേവേന്ദ്രൻ എന്നെ അറിയിച്ചിരിക്കുകയാണ്. ധർമ്മജ്ഞോസി മഹാഭാഗം നീതിം ജാനാസി സുവ്രത അത്രി പിതാതേ ധർമാത്മാനനിന്ദ്യം കർത്തും അർഹസി. അത്രിയുടെ പുത്രനായ അങ്ങ് ധർമാത്മാവാണ്. അങ്ങ് നിന്ദ്യമായത് ചെയ്യാൻ പാടില്ല. ഭാര്യ രക്ഷാ സർവഭൂതർ യഥാശക്തി ഹൃദിന്ദ്രിതൈ തദർത്ഥേ കലഹക്കാമം ഭവിതാനാത്ര സംശയ. എല്ലാ മനുഷ്യരും ഭാര്യയെ യഥാശക്തി ശ്രദ്ധിച്ച് രക്ഷിക്കേണ്ടതാണ്. അതിൻ്റെ പേരിലാണ് കലഹമുണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയം ഇല്ല. അങ്ങ് ഭാര്യയെ സംരക്ഷിക്കുന്നതിൽ എപ്രകാരം യത്നിക്കുവോ അപ്രകാരം തന്നെയാണ് ഗുരുവും. തന്നെപ്പോലെയാണ് എല്ലാ ജീവികളുമെന്ന് ഹേ സുധാനിധേ അങ്ങ് ചിന്തിക്കണം. ദക്ഷപുത്രിയായ 28 പേരുണ്ടല്ലോ അങ്ങക്ക് കാമിനികളായിട്ട്. എന്നിരിക്കെ അങ്ങ് ഗുരുപത്നിയെ എന്തിന് സ്വീകരിച്ചു? മേനക തുടങ്ങിയ മനോഹരികളായ അങ്കനമാർ അങ്ങയോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഹേ മഹാഭാഗ, ഗുരുപത്നിയെ വിട്ടയക്കുക. അങ്ങ് നിമിത്തം ഇപ്പോൾ ദേവന്മാർ തമ്മിൽ കലഹമുണ്ടാവാതിരിക്കട്ടെ. സൂതൻ പറഞ്ഞു. സോമൻ ശക്രൻ്റെ വാക്കുകൾ കേട്ടിട്ട് ദൂതനോട് അപ്പോൾ ഭംഗിയായി ഇങ്ങനെ മറുപടി പറഞ്ഞു. മഹാബാബോ, അങ്ങ് ധർമ്മജ്ഞനാണ്, സ്വയം ദേവന്മാരുടെ അധിപനുമാണ്. ബ്രഹ്മാവും അങ്ങേക്ക് തുല്യനാണ്. നിങ്ങൾ രണ്ടുപേരുടെയും ബുദ്ധിയും ഒരുപോലെ തന്നെ. അനേകം ആളുകൾ അങ്ങനെ ഉപദേശിക്കുവാൻ ബഹുസമർത്ഥരാണ്. എന്നാൽ ഒരു കാര്യം വന്നാൽ സ്വന്തം ചെയ്യുന്നവൻ ഏതു വിധത്തിലും വളരെ ദുർലഭമാണ്. മറ്റുള്ളവരെ ഉപദേശിക്കാൻ വളരെ കഴിവുള്ളവരാണ് എല്ലാവരും. എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ അവൻ്റേതായി സ്വയം ഉപദേശങ്ങൾ സ്വീകരിക്കുന്നില്ല, അത് സ്വീകരിക്കുന്നതുമില്ല, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതുമില്ല. അനുരക്തയിലാണ് ഗർഹസ്ഥ്യത്തിൻ്റെ തുടക്കം. അനുരാഗമില്ലാത്തവരിൽ എങ്ങനെ അത് ഉണ്ടാകും? എപ്പോൾ മുതൽ ബൃഹസ്പതിയുടെ പത്നിക്ക് എന്നിൽ കാമം ജനിച്ചുവോ അപ്പോൾ മുതൽ ബൃഹസ്പതിയിൽ അവൾക്ക് വെറുപ്പ് തോന്നി തുടങ്ങി. സൗന്ദര്യവതിയായ ഇവളെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. ഹേ ദൂത, നീ ചെന്ന് പറയൂ, അങ്ങ് എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ്. എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ചെയ്തുകൊള്ളൂ എന്ന്.
ഇങ്ങനെ ചന്ദ്രൻ പറഞ്ഞത് കേട്ടിട്ട് ദേവേന്ദ്രൻ്റെ സന്നിധിയിലേക്ക് ദൂതൻ പോയി. ചന്ദ്രൻ പറഞ്ഞത് മുഴുവൻ ദേവേന്ദ്രനെ അറിയിച്ചു. അതുകണ്ട് ദേവേന്ദ്രൻ കോപഷ്ഠനായി യുദ്ധം ചെയ്യുവാൻ സൈന്യങ്ങളെ സജ്ജീകരിക്കുവാൻ തുടങ്ങി. ഇതറിഞ്ഞ അസുരഗുരുവായ ശുക്രാചാര്യർ ചന്ദ്രനെ സഹായിക്കുവാനായി ശശിയുടെ സമീപത്തേക്ക് ഗുരുപത്നിയെ തിരിച്ചു നൽകരുതെന്ന ഉപദേശവുമായി എത്തിച്ചേർന്നു. ഹേ മാരിഷ, ഇന്ദ്രനുമായി യുദ്ധം ചെയ്യുകയാണെങ്കിൽ അങ്ങയെ സഹായിക്കാൻ ഞാനുണ്ടാകും. ശങ്കരനും ഗുരുപത്നിയെ സോമൻ അവതരിച്ച വൃത്താന്തം പറഞ്ഞു. ഗുരുവിൻ്റെ ശത്രുവാണ് ശുക്രനെന്ന് മനസ്സിലാക്കിയിട്ട് സഹായം ചെയ്തു. അങ്ങനെ ദേവന്മാരും അസുരന്മാരും തമ്മിൽ വേഗം യുദ്ധം കാംക്ഷിച്ചു. താരകാസുരനുമായ യുദ്ധം പോലെ അനേക വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം ആരംഭിച്ചു. ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം തുടർന്നു കണ്ടിട്ട് ബ്രഹ്മാവ് ഹംസവാഹിനിയായി അവിടെ എത്തിച്ചേർന്നു. എന്നിട്ട് ചന്ദ്രനോട് പറഞ്ഞു, ഗുരുഭാര്യയെ വിട്ടുകൊടുത്തോളൂ, അല്ലെങ്കിൽ വിഷ്ണുവിനെയും വിളിച്ചു വരുത്തി നിനക്ക് നാശമുണ്ടാക്കും. ലോകപിതാവായ ബ്രഹ്മാവ് ഭൃഗുവിനെയും വിലക്കി. ഹേ മഹാമതേ, അസത്തുക്കളുമായി ചേർന്നുകൊണ്ട് അങ്ങയുടെ ബുദ്ധി തിരിഞ്ഞുപോയോ? ഉടൻ ഭൃഗുവും ചന്ദ്രനെ വിലക്കി. ചന്ദ്രനാകട്ടെ ശുക്രൻ്റെ അത്ഭുതപ്പെടുത്തുന്ന വാക്ക് കേട്ടിട്ട് ഗുരുവിൻ്റെ ഗർഭവതിയായ പ്രിയപത്നിയെ ഗുരുവിന് തന്നെ തിരിച്ചു നൽകി. ഭാര്യയെ ലഭിച്ചതിനാൽ അതീവ സന്തുഷ്ടനായ ഗുരു തൻ്റെ ഗൃഹത്തിലേക്ക് പോയി. ബൃഹസ്പതി തൻ്റെ ഭവനത്തിലെത്തി. ശിവൻ കൈലാസത്തിലേക്കും പോയി. ഗുരുവാകട്ടെ മനോഹരണിയായ ഇഷ്ടപത്നിയെ നേടി സന്തുഷ്ടനായി തീർന്നു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ശുഭനക്ഷത്രത്തിൽ താരാപതിക്കത്ത് ഗുണങ്ങൾ നിറഞ്ഞ ഒരു പുത്രനെ ഗുരുപത്നി പ്രസവിച്ചു. പുത്രനുണ്ടായ സന്തോഷത്തിൽ ദേവഗുരു ജാതകർമാദികളെല്ലാം ചെയ്തു. ഹേ മുനിശ്രേഷ്ഠന്മാരെ, സൂതൻ പറയുകയാണ്, പുത്രനുണ്ടായി എന്ന വാർത്തയറിഞ്ഞ് ചന്ദ്രൻ തൻ്റെ ദൂതനെ ഗുരുവിൻ്റെ സമീപത്തേക്ക് വിട്ടു. ഇവൻ നിന്റെ പുത്രനല്ല, എൻ്റെ പുത്രനാണ്. ജാതകർമാദിവിധികൾ നീ എന്തിനു ചെയ്തു? ഞാൻ ചെയ്യും. ദൂതൻ പറഞ്ഞത് കേട്ട ബൃഹസ്പതി, അല്ല, ഇവൻ എൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞു. വീണ്ടും അവർ തമ്മിൽ തർക്കമുണ്ടായി. തർക്കം തീർക്കുവാനായി ബ്രഹ്മാവ് അവിടെ എത്തി. ബ്രഹ്മാവ് താരയോട് ചോദിച്ചു, ഈ കുട്ടി ആരുടെയാണ്? താര പറഞ്ഞു, ചന്ദ്രൻ്റെ. പിന്നെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നുപോവുകയും ചെയ്തു. സന്തുഷ്ടനായ സോമൻ കുട്ടിയെ കൊണ്ടുപോയി ബുധൻ എന്ന് പേരും നൽകി ജാതകർമ്മങ്ങൾ നിർവഹിച്ചു. ബ്രഹ്മാവ് സുധാമത്തിലേക്ക് എഴുന്നള്ളി. ഇന്ദ്രാദിദേവന്മാരെല്ലാവരും കാഴ്ചക്കാരായി. ഗുരുവിൻ്റെ പത്നിയായ താരയിൽ സോമന് ബുധനുണ്ടായ കഥ സത്യവതിപുത്രനായ വ്യാസനിൽ നിന്ന് ഞാൻ പണ്ട് കേട്ട വിധം വർണ്ണിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് 11 അധ്യായം പ്രഥമസ്കന്ധത്തിലെ 11 അധ്യായം സൂതൻ പറഞ്ഞു നിർത്തി. ഇനി തുടർന്ന് ബുധൻ്റെ വംശമാണ് 12 അധ്യായത്തിൽ പറയുന്നത്. തഥാ പുരുരവാചജ്ഞേ ഇളായാം കഥയാമിവ ബുധോതി ധർമാത്മാ യജ്ഞകൃദ്യാനതൽപരാം. ഇനിയും ഇളയിൽ പുരൂരവസ് ജനിച്ച കഥ ഞാൻ നിങ്ങളോട് പറയാം. ബുധൻ്റെ പുത്രനായ അദ്ദേഹം അത്യന്തം ധർമ്മിഷ്ഠനും ധാരാളം യജ്ഞങ്ങൾ ചെയ്യുന്നതും ദാനതൽപരനുമായിരുന്നു. സുദ്യുമ്നൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. സത്യവാദിയും ജിതേന്ദ്രനുമായ അദ്ദേഹം സിന്ധുദേശത്തിൽ നിന്ന് ലഭിച്ച ഉത്തമമായ ഒരു കുതിരപ്പുറത്ത് കയറി വേട്ടയാടുന്നതിന് വേണ്ടി വനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഏതാനും മന്ത്രിമാരോടുകൂടി മനോഹരമായ കുണ്ടലം അണിഞ്ഞ് ശിവസംബന്ധിയായ വില്ലിൽ അത്ഭുതകരമായ അമ്പ് തൊടുത്ത് അദ്ദേഹം ആ വനത്തിൽ ചുറ്റിക്കറങ്ങി. മാനുകളെയും മൊയിലുകളെയും പന്നികളെയും കാണ്ടാമൃഗങ്ങളെയും കാട്ടുപശുക്കളെയും വധിച്ചുകൊണ്ട് അദ്ദേഹം കറങ്ങി നടന്നു. മേരുപർവ്വതത്തിൻ്റെ സാനപ്രദേശത്തും ദിവ്യവും മന്ദാരവൃക്ഷങ്ങൾ നിറഞ്ഞതും അശോകലതകൾ ധാരാളമുള്ളതും പൈൻ, നീർമാതളം, ചമ്പകം തുടങ്ങിയ വൃക്ഷങ്ങൾ നിറഞ്ഞതും മുല്ലപ്പൂ ഗന്ധത്തോടു കൂടിയതുമായ അരയന്നങ്ങൾ, കുളക്കോഴികൾ, കാറ്റേറ്റ് ശബ്ദിക്കുന്ന മുളങ്കാടുകൾ, മൂളിപ്പറക്കുന്ന വണ്ടുകൾ എന്നിവയെല്ലാമുള്ള ഒരു വനപ്രദേശത്ത് എത്തിച്ചേർന്നു.
ഇതെല്ലാം കണ്ടിട്ട് പരിവാരസമേതനായ സുദ്യുമ്ന രാജാവ് സന്തുഷ്ടനായി. ആ വനത്തിലേക്ക് പ്രവേശിച്ച രാജാവ് വളരെ വേഗം സ്ത്രീയായി മാറി. എന്താണിങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് വീണ്ടും ചിന്തിച്ച് വിവശനായ സുദ്യുമ്നൻ അത്യന്തം ദുഃഖിതനായി തീർന്നു. ഞാൻ എന്തു ചെയ്യട്ടെ? സ്ത്രീയായി തീർന്ന് ഞാൻ ഇനി എങ്ങനെ ഗൃഹത്തിലേക്ക് പോകും, രാജ്യം ഭരിക്കും? ഇങ്ങനെ ചിന്തിച്ചു അദ്ദേഹം. ഹേ ലോമകൃഷ്ണ, സൂത, അങ്ങ് പറഞ്ഞത് വളരെ ആശ്ചര്യമായിരിക്കുന്നുവല്ലോ. ദേവതുല്യനായ സുദ്യുമ്ന മഹാരാജാവ് സ്ത്രീയായി എങ്ങനെ മാറി എന്ന് ഋഷിമാർ സൂതനോട് ചോദിച്ചു. മനോഹരമായ ആ വനത്തിൽ വെച്ച് സുദ്യുമ്നൻ സ്ത്രീത്വം പ്രാപിക്കാൻ എന്താണ് കാരണമെന്ന് പറഞ്ഞാലും? അപ്പോൾ സൂതൻ പറഞ്ഞു, ഒരിക്കൽ ശ്രീപരമേശ്വരനെ ദർശിക്കുവാൻ സനകാദി മഹർഷിമാർ എത്തി. അവിടെ ആ സമയത്ത് ശങ്കരൻ ഗൗരിയോട് ചേർന്നിരിക്കുകയായിരുന്നു. ഭർത്താവിൻ്റെ മടിയിൽ ലഭിച്ചുകൊണ്ടിരുന്ന ദേവി പെട്ടെന്ന് മുനിമാരെ കണ്ടിട്ട് ലജ്ജയോടുകൂടി അവിടെ നിന്ന് മാറിപ്പോയി. ഋഷിമാരാകട്ടെ അവരെ കണ്ട് പ്രദക്ഷിണം ചെയ്തിട്ട് വേഗം നരനാരായണാശ്രമത്തിലേക്ക് ബദര്യാശ്രമത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ലജ്ജിച്ചു പോയ ദേവിയെ നോക്കി ഭഗവാൻ പറഞ്ഞു, ഇന്നു മുതൽ ഈ വനത്തിൽ ആര് പ്രവേശിച്ചാലും അവരെല്ലാം സ്ത്രീയായി ഭവിക്കും. അതിനാൽ ഈ വനം ഇങ്ങനെ ശപിക്കപ്പെട്ടതാണെന്നറിയുന്ന ആരും ആ വനത്തിലേക്ക് പിന്നീട് പ്രവേശിച്ചിട്ടില്ല. സുദ്യുമ്നാകട്ടെ ഇതറിയാതെ പ്രവേശിച്ചു. തൻ്റെ തോഴന്മാരോടൊപ്പം അദ്ദേഹം സ്ത്രീയായി തീരുകയും ചെയ്തു. ചിന്താകൃഷ്ണനായ ആ രാജശ്രേഷ്ഠൻ ലജനിമിത്തം ഗൃഹത്തിലേക്ക് പോയില്ല. ആ വനത്തിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. മഹാത്മായ അദ്ദേഹത്തിന് സ്ത്രീയായി തീർന്നപ്പോൾ ഇള എന്ന പേര് സ്വീകരിച്ചു. അദ്ദേഹം വനത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന യുവാവായ ബുധനെ കണ്ടുമുട്ടി. സുന്ദരിയും മനോഹാരിണിയും സ്ത്രീ പരിസേവിതയുമായ അവളെ കണ്ട് ബുധൻ അവളിൽ കാമരൂപിയായി. അവളും സോമപുത്രനും സുന്ദരനുമായ ബുധനെ ഭർത്താവായി ലഭിക്കാൻ ആഗ്രഹിച്ചു. ആ ഇളയിൽ സോമപുത്രനായ ബുധന് ഒരു പുത്രൻ ജനിച്ചു. അവന് പുരൂരവസ് എന്ന് പേരിട്ടു. അവിടെ വെച്ച് സുദ്യുമ്നൻ വീണ്ടും വസിഷ്ഠനെ സ്മരിച്ചു. സുദ്യുമ്നൻ്റെ അവസ്ഥ കണ്ട് വസിഷ്ഠ മഹർഷിക്ക് കൃപ തോന്നി. തൻ്റെ ഗുരുനാഥനായ വസിഷ്ഠൻ സുദ്യുമ്നന് വേണ്ടി ശങ്കരനെ സന്തോഷിപ്പിച്ചു. ഭഗവാൻ സംപ്രീതനായി അദ്ദേഹത്തിന് ഒരു മാസം പുരുഷനായും ഒരു മാസം സ്ത്രീയായും ജീവിക്കുവാൻ അനുഗ്രഹം നൽകി. സ്ത്രീയായിരിക്കുമ്പോൾ അന്തപുരത്തിലും പുരുഷനായിരിക്കുമ്പോൾ അദ്ദേഹം വനത്തിലും പുരുഷനായിരിക്കുമ്പോൾ അദ്ദേഹം രാജ്യഭാരവും നിർവഹിച്ചു വന്നു. നാനാവൃക്ഷസമൃദ്ധവും രവുമായ വനത്തിൽ ചെന്ന് പിന്നീട് പുത്രൻ യൗവനം പ്രാപിച്ചപ്പോൾ അദ്ദേഹം പുരൂരവസിനെ അധികാരങ്ങളെല്ലാം ഏൽപ്പിച്ച് വനത്തിൽ ചെന്ന് മോക്ഷം നേടുകയും ചെയ്തു. ഭക്തിപൂർണമായ മനസ്സോടെ ഏകാക്ഷരീ മന്ത്രം ലഭിച്ച് മംഗളസ്വരൂപിണിയും നവാക്ഷരീ മന്ത്രം ജപിച്ച് മംഗളസ്വരൂപിണിയായ ദേവിയെ തപസ് ചെയ്ത് സിംഹാരൂഢയായ ആ ദേവിയെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തി ആ ഇള എന്ന സ്ത്രീ അല്ലെങ്കിൽ സുദ്യുമ്നൻ എന്ന പുരുഷൻ ദിവ്യരൂപിണിയായ ദേവിയെ കണ്ട് സന്തോഷത്തോടെ അദ്ദേഹം ജഗദംബിയെ സ്തുതിച്ചു. ആ ഇള സ്തുതിച്ച ജഗദംബിക സ്തുതിയാണ്. അത് നമുക്ക് പാരായണം ചെയ്യാം. ദിവ്യം ച തേ ഭഗവതി പ്രഥിതം സ്വരൂപം ദൃഷ്ടം മയാ സകലലോകഹിതാനുരൂപം വന്ദേ ത്വദംഘ്രികമലം സുരസംഘസേവ്യം കാമപ്രദം ജനനിജാഭിമുക്തിദം ചാം കോവേത്തി തെമ്പഭുവിമർത്യതനുർനികാമം മുഹ്യന്തി യത്ര മുനയശ്ച സുരാശ്ച സർവേ ഐശ്വര്യമേതദഖിലം കൃപേണ ദയം ച ദൃഷ്ടൈവ ദേവി സകലം കില വിസ്മയോ മേ.
ശംഭൂർഹരിക്കമലജോ മഖമാരവീശാം വിത്തേശവന്യവരുണ പവനശ്ച സോമാം ജാനാന്തി നൈവ വസവോ हि ते പ്രഭാവം ബുദ്ധ്യേത്കഥം തവ ഗുണാനഗുണോ മനുഷ്യാം ജാനാതി വിഷ്ണുരമിതദ്വിതിരംബസാക്ഷാം ത്വാം സ്വാത്വികീമുദതിജാം സകലാർത്ഥതാം ച കോ രാജസിംഹര ഉമാഖില താമസീം ത്വാം വേദാംബികേന തു പുനഃ ഖലു നിർഗുണം ത്വാം ക്വാഹം സുഗന്ധമതിരപ്രതിമ പ്രഭാവ ക്വായം തവാദി നിപുണോ മയി സുപ്രസാദ ജാനേ ഭവാനി ചരിതം കരുണാസമേതം യൽസേവകാംശദയസേ ത്വയി ഭാവയുക്താൻ വൃത്തസ്ത്വയാ ഹരിരസൗ വനജേശ്യയാഭീം നൈവാചരത്യപി മുഖം മധുസൂദനശ്ച പാദോദവാദി പുരുഷാഖില പാവകേന കൃത്വാ കരോതി ച കരേണ ശുഭൗ പവിത്രോ വാഞ്ചത്യഹോ ഹരിരശോക ഇവാധികാമം പാദാഹതിം പ്രമുദിത പുരുഷ പുരാണ ത്വാം ത്വം കരോഷി രുഷിതാ പ്രണതം ച പാദേ ദൃഷ്ട്വാപദിം സകലദേവനുതം സ്മരാർത്ഥം വക്ഷസ്ഥലേ വസസി ദേവി സദൈവ തസ്യാം പര്യങ്കവത്സു ചരിതേ വിപുലേ ദിശാന്തേ സൗദാമിനീവ സുഖനേ സുവിഭൂഷിതേജാം കിം തേന വാഹനമസൗ ജഗദീശ്വരോപി ത്വം തേജഹാസി മധുസൂദനമംബഗോപാൻ നൈവാർച്ചിതോപി സദ ഭവേത് കില ശക്തിഹീന പ്രത്യക്ഷമേവ പുരുഷം സ്വജനാസ്ത്യജന്തീം ശാന്തം ശ്രിയോച്ഛിതമതീവ ഗുണൈർവിയുക്തം ബ്രഹ്മാദയസ്സുരഗുണാനതു കിം യുവത്യോ ഏതത്പദാംബുജമഹർനിശമാശ്രയന്തീം മന്യേ ത്വയൈവ വിഹിതാ ഖലു തേ പുമാംസ കിം വർണ്ണയാമി തവ ശക്തിമനന്തവീര്യം ത്വം നാപുന്നന പുമാനിതി മേ വികൽപ്പോം യാഗാസി ദേവി സഗുണാനനു നിർഗുണാവാ ത്വാം വാ നമാമി സതതം കില ഭാവയുക്തോ വാഞ്ചാമി ഭക്തിമജലാം ത്വയി മാതരം തൂം. ഹേ ദേവി, പുരുഷനും സ്ത്രീയും അല്ലാത്ത അവിടത്തെ ഞാൻ എല്ലായ്പ്പോഴും ഭക്തിപൂർവം നമസ്കരിക്കുന്നു. അങ്ങ് സഗുണയാണോ നിർഗുണയാണോ, അവിടുത്തെ പേരിൽ അചഞ്ചലമായ ഭക്തി എനിക്കുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദേവി അതിനുവേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് ആ ദേവിയെ ശരണം പ്രാപിച്ചു. സന്തുഷ്ടയായ ദേവി അദ്ദേഹത്തിന് ആത്മസായുജ്യം നൽകി. സുദ്യുമ്നാട്ട് ഇങ്ങനെ ആ ദേവിയുടെ പ്രസാദത്താൽ മുനിമാർക്ക് പോലും ദുർലഭ്യമായ പരമവും സ്ഥിരവുമായ ദേവീപാദം ലഭിച്ചു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സൂതൻ പ്രഥമസ്കന്ധത്തിലെ 12-ാമത്തെ അധ്യായം പറഞ്ഞ് നിർത്തി. ഇനി 13-ാമത്തെ അധ്യായം മുതൽ പുരൂരവസിൻ്റെയും ഉർവശിയുടെയും കഥയാണ്. ത്രയോദശോധ്യായം. സൂത ഉവാച സുദ്യുമ്നേ ചതു ദിവം യാദേ രാജ്യം ചക്രേ പുരൂരവാ സഗുണശ്ച സുരൂപശ്ച പ്രജാരഞ്ജനതൽപര. സുദ്യുമ്നൻ ദിവംഗതനായപ്പോൾ ഉത്തമ ഗുണങ്ങളുള്ളതും സൗന്ദര്യ ഗുണമുള്ള പ്രജകളെ തൃപ്തിപ്പെടുത്തുന്നതിൽ താല്പര്യമുള്ളവനായ പുരൂരവസ് രാജ്യഭാരമേറ്റു. സുദ്യുമ്നു ശേഷം രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് വനത്തിലേക്ക് പോയത് പുരൂരവസിനെയാണ്. അദ്ദേഹം ദേവീപദം പ്രാപിക്കുകയും തുടർന്ന് പുരൂരവസിൻ്റെ പുത്രനായ സുദ്യുമ്നൻ്റെ പുത്രനായ പുരൂരവസ് രാജ്യഭാരം ഏറ്റെടുക്കുകയും ചെയ്തു. ധർമ്മങ്ങളെല്ലാം അറിയുന്നവൻ പ്രജകളെ രക്ഷിക്കുന്നതിൽ തൽപരനുമായ അദ്ദേഹം രമ്യമായ പ്രതിഷ്ഠാനപുരത്തിൽ വസിച്ചുകൊണ്ട് ഏവരും പുകഴ്ത്തക്ക വിധം രാജ്യഭാരം നടത്തി. അദ്ദേഹം ശത്രുക്കളെക്കുറിച്ച് ശരിയായ അറിവ് വെച്ചിരുന്നു. എപ്പോഴും ഉത്സാഹശക്തിയുള്ളവും ഉത്തമമായ പ്രഭുശക്തിയുള്ളവനുമായിരുന്നു അദ്ദേഹം. ക്ഷാമം, ദാനം, ഭേദം, ദണ്ഡം എന്നീ ചതുർവായങ്ങളും ആ രാജാവ് ഭരണകാര്യത്തിൽ സ്വീകരിച്ചിരുന്നു. ധാരാളം ദക്ഷിണ നൽകേണ്ടതായ പല വിധത്തിലുള്ള യജ്ഞങ്ങൾ ആ രാജാവ് ചെയ്തു. പുണ്യപ്രദമായ ഒട്ടേറെ ദാനങ്ങളും ആ നരനാഥൻ നടത്തി. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം, ഉത്തമ ഗുണങ്ങൾ, ഔദാര്യം, ശീലം, ധനം, പരാക്രമം എന്നിവയെ പറ്റി കേട്ടറിഞ്ഞ് വശീകൃതയായി തീർന്ന ഉർവശി എന്ന ദേവകന്യക അപ്സരസ് ആ രാജാവിനെ കാപിച്ചു.
ബ്രഹ്മശാഭാവിതത്താസാ മാനുഷം ലോകമാസ്ഥിത ഗുണിനം തം നൃപം മത്വ വരയാമാസമാനിനീം. ബ്രഹ്മശാപത്താൽ സംതൃപ്തയായവൾ മനുഷ്യലോകത്തെ പ്രാപിച്ച് ഗുണവാനാണെന്ന് കരുതി ആ രാജാവിനെ ഭർത്താവായി വരിച്ചു. ഇങ്ങനെ ഒരു ശപഥം ചെയ്തിട്ടാണ് സുന്ദരിയായവൾ രാജാവിനോടൊത്ത് വസിക്കാൻ തുടങ്ങിയത്. ശത്രുവിൻ്റെ മാനത്തെ കെടുത്തുന്ന രാജാവെ, ഞാൻ ഏൽപ്പിക്കുന്ന ഈ 2 ആട്ടിൻകുട്ടികളെ അങ്ങ് രക്ഷിക്കണം. അങ്ങയുടെ ഭാര്യയായി ഞാൻ വസിക്കാം. നെയ്യായിരിക്കും ഞാൻ നിത്യവും ഭക്ഷിക്കുക. മറ്റൊരു ഭക്ഷണവും എനിക്ക് വേണ്ട. മൈഥുന സമയത്തല്ലാതെ അങ്ങയെ ഞാൻ നഗ്നനായി കാണാൻ ഇടവരരുത്. രാജാവ്, ഈ വാഗ്വ്യവസ്ഥ പാലിക്കണം. ഇത് തെറ്റിച്ചാൽ ഞാൻ അങ്ങയെ ഉപേക്ഷിച്ചു പോകും. കാമിനിയായ അവൾ പറഞ്ഞതെല്ലാം രാജാവ് സമ്മതിച്ചു. അങ്ങനെ അവൾ പുരൂരവസിനോടൊപ്പം താമസം തുടങ്ങി. അദ്ദേഹം രാജധർമ്മങ്ങളും കർമ്മങ്ങളും ഉപേക്ഷിച്ച് ഉർവശിയോടൊപ്പം രമിച്ചു. ഉർവശി അദ്ദേഹത്തെ മോഹിപ്പിക്കുകയും ഉർവശിയിൽ മോഹിച്ച അദ്ദേഹം അവളെ കൂടാതെ ഒരു ക്ഷണം പോലും കഴിയാൻ അശക്തനുമായി തീർന്നു. കുറച്ച് വർഷത്തേക്ക് ശാപം നൽകിയ ബ്രഹ്മാവിൻ്റെ ശാപം തീർന്നിട്ടും ഉർവശി തിരിച്ചു വന്നില്ല എന്ന് കണ്ട് സ്വർഗവാസിയായ ദേവേന്ദ്രൻ ഗന്ധർവന്മാരെ വിളിച്ചു പറഞ്ഞു, രാജാവിൻ്റെ ഗൃഹത്തിൽ നിന്ന് തക്കം കിട്ടുമ്പോൾ ആട്ടിൻകുട്ടിയെ മോഷ്ടിക്കുക, ഉർവശിയെ മോചിപ്പിക്കണം. അതിനുള്ള ഒരു ഉപായമാണത്. ഉർവശി ഈ സ്വർഗത്തിൽ ആവശ്യമാണ്. ഉർവശി ഇല്ലാതെ ശരിയാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവേന്ദ്രൻ ദൂതന്മാരെ പറഞ്ഞു വിട്ടു. ഗന്ധർവന്മാർ കൂരിരുട്ട് പരന്നപ്പോൾ വിശ്വാസത്തിനെ മുൻനിർത്തി അവിടെ നിന്ന് പുറപ്പെട്ടു. രാജാവ് രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി 2 ആട്ടിൻകിടാങ്ങളെയും അപഹരിച്ചു. പോകുന്ന വഴിക്ക് ആട്ടിൻകുട്ടികൾ ഉറക്കെ കരഞ്ഞു. പുത്രന്മാരുടെ കരച്ചിൽ കേട്ട ഉർവശി കോപിച്ച് രാജാവിനോട് പറഞ്ഞു, ഞാൻ പ്രതിജ്ഞ ചെയ്തിരുന്നു, അതിപ്പോൾ അങ്ങ് ലംഘിച്ചിരിക്കുകയാണ്. അങ്ങയെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ നശിച്ചു. വീരനാണെന്ന് വിമ്പളക്കുന്ന ആണത്തമില്ലാത്ത നാണംകെട്ട ഭർത്താവ് മൂലം ഞാൻ നശിച്ചു. എൻ്റെ കുട്ടികൾ എനിക്ക് നഷ്ടപ്പെട്ടു. 2 ആട്ടിൻകുട്ടികളെയും ആരോ കട്ടുകൊണ്ടുപോയി. ഇങ്ങനെ വിലപിക്കുന്ന അവളെ കണ്ടിട്ട് കാമമോഹിതനായ രാജാവ് വസ്ത്രം ധരിച്ചിട്ടില്ല എന്നത് മറന്ന് ഗന്ധർവന്മാരുടെ പിന്നാലെ ഓടി. വളരെ ദൂരം ചെന്നപ്പോൾ ഗന്ധർവന്മാർ ആട്ടിൻകുട്ടികളെ വഴിയിൽ കളഞ്ഞിട്ട് മാറിപ്പോയി. ഉടനെ രാജാവ് ആട്ടിൻകുട്ടികളെ എടുത്തുകൊണ്ട് ഉർവശിയുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്നു. ഉർവശിയുടെ മുമ്പിൽ എത്തിച്ചേർന്നപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ഇടിമിന്നലുണ്ടായി. ആ ഇടിമിന്നലിൽ രാജാവിനെ ഉർവശി വസ്ത്രമില്ലാതെ കാണുകയും ഉർവശി അവിടെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ഉർവശിയെ മാത്രം ഓർത്ത് ദുഃഖിച്ച് ഓരോന്ന് പറഞ്ഞ് കാമമോഹിതനായി ആ രാജാവ് ദേശം തോറും അലഞ്ഞു നിറഞ്ഞു. ഭൂമി മുഴുവൻ അലഞ്ഞു നിറഞ്ഞ കുരുക്ഷേത്രത്തിൽ രാജാവ് വീണ്ടും അവളെ കണ്ടുമുട്ടി. ഹേ പത്നി കഠിനജിത്തെ, നിന്നെ ഓർത്തുകൊണ്ടിരിക്കുന്ന എന്നെ, തെറ്റൊന്നും ചെയ്യാത്ത എന്നെ നീ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു പോയി? ഇനി ഉപേക്ഷിച്ചു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി. ഹേ ദേവി, നിന്നെ തേടി ദീർഘദൂരം വന്ന എൻ്റെ ശരീരം ഇവിടെ വീഴും. നീ ഉപേക്ഷിച്ച് ഈ ദേഹം ചെന്നായ്ക്കളും കാക്കകളും കൊത്തിത്തിന്നും. ഇങ്ങനെ വിലപിക്കുന്ന ആ രാജാവിനോട് ഉർവശി പറഞ്ഞു, ഹേ രാജശ്രേഷ്ഠ, മൂർഖോസി നിർവശാർദൂല ജ്ഞാനം പുത്രഗതം തവ ക്വാപി സഖ്യം നജ സ്ത്രീണാം മൃഗാണാമിവ പാർത്ഥിവാം. അങ്ങയുടെ ജ്ഞാനം എവിടെ പോയി രാജാവേ? ചെന്നായ്ക്കളോടെന്ന പോലെ സ്ത്രീകളെയും ഒരിക്കലും സഖ്യം പാടില്ല. നവിശ്വാസോ ഹി കർത്തവ്യ സ്ത്രീഷു ചൗരേഷു പാർത്ഥിവേ ഗൃഹം ഗച്ഛ സുഖം ഭുക്ഷ മാ വിഷാദേ മനഃകൃതാം ഇത്യേവം ബോധിതോ രാജ ന വിവേദാതിമോഹിതാം ദുഃഖം ച പരമം പ്രാപ്ത സ്വൈരിണീ സ്നേഹയന്ത്രിതാം. ഇങ്ങനെ ബോധിപ്പിച്ചിട്ടും മോഹാതീതനായ രാജാവിന് തീരെ ബോധ്യമായില്ല. സ്വൈരിണിയുടെ സ്നേഹത്തിൽ ഭ്രമിച്ച അദ്ദേഹത്തിൻ്റെ ദുഃഖം അതിൻ്റെ പാരമ്യത്തിലെത്തി. ഇങ്ങനെ
ഒരു സ്ത്രീയാൽ മോഹിച്ചു പോയ പുരൂരവസിൻ്റെ കഥ ഉർവശീചരിതം ഞാൻ പറഞ്ഞു. ഋഷിമാരെ, ഇതാണ് ഉർവശിയുടെ കഥ എന്ന് പറഞ്ഞുകൊണ്ട് ത്രയോദശോധ്യായം പ്രഥമസ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായം പറഞ്ഞു നിർത്തി. ഇനി 14-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സൂത ഉവാച ദൃഷ്ട്വാ താമസിതാഭാംഗീം വ്യാസചിന്താപരോത് കിം കരോമി നമേ യോഗ്യ ദേവകന്യേയമപ്സരാം. പുരൂരവസിൻ്റെ കഥ ചിന്തിച്ചിട്ട് വ്യാസൻ ചിന്തിക്കുകയാണ്. മുന്നിൽ ഘൃതാജി എന്ന അപ്സരസ് നിൽക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വ്യാസനെ കണ്ടിട്ട് ആ അപ്സരസും ചിന്തിച്ചു, ഈ മഹർഷി എന്നെ ശപിക്കുമോ എന്ന്. എന്തായാലും വ്യാസശരീരത്തിൽ കാമം കടന്നുകൂടുകയും ഒടുവിൽ വ്യാസന് ഘൃതാജിയിൽ നിന്നും ഒരു പുത്രനും ഉണ്ടായിത്തീരുകയും ചെയ്തു. ഘൃതാജി പുത്രനെ വ്യാസന് സമ്മാനിച്ചിട്ട് പോയി. വ്യാസൻ ആ ശിശുവിനെ ഗംഗയിൽ കുളിപ്പിച്ചു. എന്നിട്ട് പർവ്വതത്തിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ, ഹേ താപസന്മാരെ, ശിശുവിൻ്റെ മേൽ ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി. വ്യാസൻ ആ മഹാത്മാവിന് ജാതകർമാദികൾ ചെയ്തു. ദേവന്മാർ അപ്പോൾ പെരുമ്പറ മുഴക്കി, അപ്സരസംഘങ്ങൾ നൃത്തമാടി, ഗന്ധർവമുഖ്യന്മാർ പാടി, വിശ്വാവസവും നാരദനും തമ്പുരവും ശിശുവിൻ്റെ ജനത്തിൽ സന്തോഷിച്ചു. അവർ ശിശുവിനെ കാണാൻ ആഗ്രഹിച്ചു. തുഷ്ടുവിർമുദിതാ സർവേ ദേവാ വിദ്യാധരാസ്തദാ ദൃഷ്ട്വാ വ്യാസസുതം ദിവ്യം അരണീഗർഭസംഭവം അന്തരീക്ഷാത് പപാതുർവ്യം ദണ്ഡ കൃഷ്ണാജിനം ശുഭം കമണ്ഡലുസ്തദാ ദിവ്യ ശക്തസ്യാർത്ഥേ ദ്വിജോത്തമാം. അരണി കടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ആ പുത്രന് ശുഗൻ എന്ന് പേരിട്ടു അദ്ദേഹം. ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, ദണ്ഡും കൃഷ്ണമുഖത്തിൻ്റെ ഉത്തമമായ തോലും ദിവ്യമായ കമണ്ഡലവും അന്തരീക്ഷത്തിൽ നിന്ന് ശുഗനു വേണ്ടി ഭൂമിയിലേക്ക് നിപതിച്ചു. അതിതേജസ്വിയ ആ ബാലൻ ജനിച്ച മാത്രയിൽ തന്നെ പെട്ടെന്ന് വളർന്ന് വലുതായി. വിദ്യാദാന ക്രമത്തെപ്പറ്റി അറിയാൻ വ്യാസൻ അവൻ്റെ ഉപനയന കർമ്മവും നടത്തി. സദ്യസ്സ വവൃധേ ബാലോ ജാതമാത്രേ അതിദീപ്തമാൻ തസ്യോപനയനം ചക്രേ വ്യാസോ വിദ്യാവിധാനവിൻ ഉൽപ്പന്നമാത്രം തം വേദാസരഹസ്യാസ സംഗ്രഹ ഉപദസ്തുർമഹാത്മാനം യഥാസ്യ പിതരം ദദാ. ജനിച്ച ഉടൻ തന്നെ രഹസ്യങ്ങളും സാരഭൂതങ്ങളായ വേദങ്ങൾ മഹാത്മാവായ അദ്ദേഹത്തിൻ്റെ പിതാവിനെ പ്രാപിച്ചിരുന്നു. അതുപോലെ ശുഗനെയും പ്രാപിച്ചു. വ്യാസൻ എന്തെല്ലാം അറിവുകളുണ്ടായിരുന്നു അതെല്ലാം ശുഗനിലേക്കും പകർന്നു കിട്ടി. പുത്രനെ സമ്മാനിച്ച ശേഷം ഘൃതാജി ശുഗീരൂപം പൂണ്ട്, പ്രാവിൻ്റെ രൂപം പൂണ്ട്, തത്തയുടെ രൂപം പൂണ്ട് പറന്നുപോയതിനാൽ ശുഗൻ എന്ന പുത്രന് പേരുമിട്ടു വ്യാസൻ. അതുകൊണ്ടാണ് ശുഗൻ എന്ന് പേരിട്ടത് എന്നിവിടെ പറയുകയാണ്. ബൃഹസ്പതിയെ ആചാര്യനാക്കിക്കൊണ്ട് വ്യാസപുത്രനായ ശുഗൻ ബ്രഹ്മചര്യവ്രതങ്ങൾ വിധിയനുസരിച്ച് പഠിച്ചു. രഹസ്യങ്ങളും സാരഭൂതങ്ങളായ എല്ലാ വേദങ്ങളും എല്ലാ ധർമ്മശാസ്ത്രങ്ങളും ഗുരുകുലത്തിൽ താമസിച്ച് പഠിച്ചിട്ട് ഗുരുവിന് ദക്ഷിണ നൽകി സമാവർത്തന കർമ്മം പൂർത്തിയാക്കി ശുഗൻ അച്ഛനായ കൃഷ്ണദ്വൈപായൻ്റെ അടുത്ത് എത്തുകയും ചെയ്തു. ശുഗൻ വന്നത് കണ്ടിട്ട് വ്യാസമഹർഷി സംഭ്രമിച്ചെഴുന്നേറ്റ് എന്ന് പ്രേമപൂർവ്വം ആലിംഗനം ചെയ്തു. വീണ്ടും മൂർധാവിൽ ചുംബിച്ചു. കുശലം ചോദിച്ചു. അധ്യയനത്തെപ്പറ്റിയും ചോദിച്ചു. തൻ്റെ പുത്രനൊരു ഭാര്യ വേണമല്ലോ എന്ന് വ്യാസൻ ആലോചിച്ചു. സൗന്ദര്യമുള്ള ഒരു മുനികനെക്കുറിച്ച് അന്വേഷണവും ആരംഭിച്ചു. അങ്ങനെയിരിക്കെ വ്യാസൻ പുത്രനായ ശുഗനോട് പറഞ്ഞു, പാപമില്ലാത്തവനെ, നീ വേദം പഠിച്ചു, ധർമ്മശാസ്ത്രങ്ങളെല്ലാം പഠിച്ചു. ബുദ്ധിമാനായവനെ, ഇനി നീ വിവാഹം കഴിക്കണം. ഗാർഹസ്ഥ്യം നന്നായി അനുഷ്ഠിച്ചുകൊണ്ട് ദേവന്മാരെയും പിതൃക്കളെയും പൂജിക്കണം. മനസ്സിനിണങ്ങിയ ധർമ്മധാരങ്ങളെ നേടിയിട്ട് മകനെ
എന്നെ ഋണത്തിൽ നിന്ന് മോചിപ്പിക്കുക. പുത്രനില്ലാത്തവന് ഗതിയില്ല, സ്വർഗം ഇല്ല. അതുകൊണ്ട് മഹാഭാഗ്യവാനായ മകനെ, നീ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കൂ. നീ ഗൃഹസ്ഥാസനായി എനിക്കും സുഖം നൽകുക. എൻ്റെ ഈ വലിയ മോഹം നീ സാധിച്ചു തരണം. ഇങ്ങനെ പറയുന്ന അത്യാസക്തനായ തൻ്റെ സാക്ഷാൽ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് വിരക്തനായ ശുഗൻ പറഞ്ഞു, ധർമ്മജ്ഞനും മഹാമതിയായ വേദവ്യാസ, അവിടുന്ന് എന്താണ് ഈ പറയുന്നത്? ശിഷ്യനായ എനിക്ക് തത്വമാർഗം ഉപദേശിച്ചാലും അവിടുത്തെ കൽപ്പന ഞാൻ അനുസരിച്ചു കൊള്ളാം. വ്യാസൻ പറഞ്ഞു, മകനെ, നിന്നെ ലഭിക്കുവാൻ വേണ്ടി ഞാൻ 100 വത്സരം അധികദിനമായ തപസ്സനുഷ്ഠിച്ചു. അത്യത്വം ക്ലേശിച്ച് ശിവാരാധന നടത്തി. അങ്ങനെയാണ് നിന്നെ ലഭിച്ചത്. രാജാവിനോട് അപേക്ഷിച്ച് വേണ്ടത്ര ധനം നേടി നിനക്ക് ഞാൻ നൽകാം. മഹാബുദ്ധേ, ഉത്തമമായ യൗവനത്തെ സുഖങ്ങൾ അനുഭവിക്കൂ. ശുഗൻ പറഞ്ഞു, കിം സുഖം അനുഷേലോഹെ ബ്രൂഹിതാത നിരാമയം ദുഃഖം വിത്തം സുഖം പ്രാജ്ഞാനവദന്തി സുഖം കിലാം. മനുഷ്യലോകത്ത് ദുഃഖം കൂടാത്ത സുഖം എന്താണുള്ളത് അച്ഛാ? വിവാഹം കഴിച്ചാൽ മഹാഭാഗ, ഞാൻ സ്ത്രീക്ക് വശംവദനായിത്തീരും, പരതന്ത്രനായിത്തീരും. മലമൂത്രാദികൾ കൊണ്ട് മലിനമായ ദേഹം, അത്തരത്തിൽ മാലിന്യത്തോടു കൂടിയതാണ് സ്ത്രീ ശരീരവും. ബ്രാഹ്മണോത്തമനായ ഏതൊരുവനാണ് അതിൽ പ്രതിപത്തി ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഇനി അതിൽ ആഗ്രഹിക്കുന്നില്ല. ഭൗതിക സുഖത്തിൽ തൽപരനായി ഞാൻ തീരുകയില്ല. അങ്ങ് വിവരിച്ച വേദമാർഗങ്ങൾ ഞാൻ പഠിച്ചു. കർമ്മമാർഗത്തെ വിവരിക്കുന്ന അവയെല്ലാം ഹിംസാമയങ്ങളാണ്. അന്യരുടെ രോഗം ചികിത്സിക്കുന്ന രോഗിയായ വൈദ്യനെന്നതുപോലെ പരിഹാസനാണ് മോക്ഷേച്ഛുവായ എനിക്ക് ഗൃഹസ്ഥനായ ഗുരുക്കന്മാരും. നഭചക്രം പോലെ അതിഘോരമായി സംസാരത്തിൽ കിടന്ന് കറങ്ങുന്ന ഒരുവന് സൂര്യനെ എന്ന പോലെ രാപ്പകൽ വിശ്രമം എവിടെ? വേദശാസ്ത്രകഥകൾ പഠിച്ചിട്ടും വിഷയസുഖത്തിൽ ആസക്തനായിരിക്കുന്നതിൽ വലിയ ഒരു മൂർഖനില്ല. അവൻ നായ, കുതിര, പന്നി എന്നീ മൃഗങ്ങൾക്ക് തുല്യനാണ്. പുത്രൻ, ഭാര്യ, ഗൃഹം എന്നിവയിൽ ആസക്തനായവനെ പണ്ഡിതനെന്ന് പുകഴ്ത്തുന്നതിൽ കൂടുതൽ ആശ്ചര്യമൊന്നുമില്ല. സംസാരത്തോടുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്ന പഠിത്തം കൊണ്ട് എന്ത് പ്രയോജനം? സംസാരബന്ധത്തിൽ മോചിപ്പിക്കുന്നതെന്ന് അതാണ് അത്യാവശ്യമായി പഠിക്കേണ്ടത്. അജ്ഞരും ബുദ്ധികെട്ടരും വിധി വഞ്ചിച്ചവരുമാണ് മനുഷ്യജന്മം ലഭിച്ചിട്ടും സംസാരബന്ധത്തിൽ വീണ്ടും അകപ്പെട്ടു പോകുന്നത് എന്ന് ശുഗബ്രഹ്മർഷി വ്യാസനോട് തിരിച്ചു പറഞ്ഞു. വ്യാസൻ പറഞ്ഞു, നഗൃഹം ബന്ധനാകാരം ബന്ധനേന ച കാരണം മനസ്സായോ വിനിർമുക്തോ ഗൃഹസ്ഥോ വിമുച്യതേ. ഗൃഹം ഒരു കാരാഗ്രഹമാണെന്ന് കരുതേണ്ടതില്ല. അത് ബന്ധനത്തിന് കാരണമാകുന്നില്ല. മനസ്സാണ് ബന്ധന കാരണം. മനസ്സുകൊണ്ട് മുക്തനായവൻ ഗൃഹസ്ഥനായാലും മുക്തനായിത്തീരുന്നു. ന്യായമാർഗത്തിലൂടെ ധനം നേടി വേദോക്തമായ കർമ്മങ്ങൾ യഥാവിധി ക്രമത്തിനനുഷ്ഠിച്ച് ശ്രാദ്ധം ചെയ്തും സത്യം പറഞ്ഞും ശുചിയായും കഴിയുന്ന ഗൃഹസ്ഥൻ മുക്തനായിത്തീരുന്നു. ബ്രഹ്മചാരിയും യതിയും വാനപ്രസ്ഥനും വ്രതനിഷ്ഠനും എല്ലായ്പ്പോഴും ഉച്ചഭക്ഷണം തെറ്റിക്കഴിഞ്ഞാൽ ഗൃഹസ്ഥനെ തന്നെ ആശ്രയിക്കുന്നു. ശ്രദ്ധ, അന്നദാനം, അതുപോലെ നല്ല വാക്ക് എന്നിവയാൽ ധർമ്മനിഷ്ഠരായ ഗൃഹസ്ഥന്മാർ ആർക്കും ഉപകാരികളായിത്തീരുന്നു. ഗൃഹസ്ഥാശ്രമധർമ്മത്തേക്കാൾ ശ്രേഷ്ഠമായ മറ്റു ധർമ്മം കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. വസിഷ്ഠൻ തുടങ്ങിയ ആചാര്യന്മാരും ബന്ധുക്കളും ആ ഗൃഹസ്ഥാശ്രമധർമ്മത്തെ പാലിക്കുന്നവരാണ്. കിം അസാധ്യം മഹാഭാഗ വേദോക്താനി ച കുർവത സ്വർഗം മോക്ഷം ച സജ്ജന്മ യദ്വാഞ്ചതി തദ്ഭവേം. മഹാഭാഗ, വേദോക്ത കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്നവന് അസാധ്യമായിട്ട് എന്താണുള്ളത്? സ്വർഗമോ മോക്ഷമോ ഉന്നത കുലത്തിലെ ജന്മമോ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ലഭിക്കും. ആശ്രമങ്ങൾ 4 ഉണ്ടല്ലോ. ഒരാശ്രമത്തിൽ നിന്ന് അടുത്തതിലേക്ക് കടക്കണം. ഈ വസ്തുത ധർമ്മമറിയുന്നവർക്കറിയാം. അതുകൊണ്ട് നീ അജ്ഞാധ്യായനം ചെയ്ത് മടികൂടാതെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും മകനെ, വിധിയാമണ്ണം ദേവന്മാരെയും പിതൃക്കളെയും മനുഷ്യരെയും തൃപ്തിപ്പെടുത്തി ഗൃഹസ്ഥാശ്രമത്തിൽ വസിച്ചുകൊണ്ട് പുത്രനെയും ജനിപ്പിച്ചിട്ട് ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് വനത്തിൽ ചെന്ന് ഉത്തമമായ വാനപ്രസ്ഥം അനുഷ്ഠിക്കുക. ആ വാനപ്രസ്ഥവാദം അനുഷ്ഠിച്ച് വേണം സന്യാസത്തിലേക്ക് കടക്കുവാൻ. മഹാഭാഗ, ഇന്ദ്രിയങ്ങൾ മതിപ്പിക്കുന്നവനും തീർച്ച. 5 ഇന്ദ്രിയങ്ങളും ഭാര്യാരഹിതന് ദുരന്തം നൽകുന്നവയാണ്. അതിനാൽ ആ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ ഭാര്യയെ സ്വീകരിക്കണം. മഹാമതേ, വാർദ്ധക്യത്തിൽ തപസ്സനുഷ്ഠിക്കുകയും ചെയ്യുക. ഇതാണ് ശാസ്ത്രം അനുശാസിക്കുന്നത്.
മഹാഭാഗനായ വിശ്വാമിത്ര മഹർഷി ആഹാരം വെടിഞ്ഞ് ജിതേന്ദ്രനായ 3000 വർഷം അതിദുഷ്കരമായ തപസ് ചെയ്തിട്ട് മഹാതേജസ്വിയായി തീർന്ന അദ്ദേഹവും വനത്തിൽ വെച്ച് മേനകയാൽ മോഹിതനായി. അദ്ദേഹത്തിന് ജനിച്ചവളാണല്ലോ ശകുന്തള. മുക്കുവ പെൺകുടികളെ കാളിയെ കണ്ട് എൻ്റെ പിതാവായ പരാശരൻ കാമപീഡിതനായി ആ കന്യകയെ പരിഗ്രഹിച്ചു. ബ്രഹ്മാവ് പോലും തൻ്റെ പുത്രിയെ കണ്ട് കാമപീഡിതനായി തീർന്നില്ലേ? അവളുടെ പിന്നാലെ ഓടി മൂർച്ഛിച്ചില്ലേ? പിന്നെ ശിവൻ അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിച്ചു. ഹേ ശുഭശീലേ, അതുകൊണ്ട് നീ ഹിതമായ എൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചാലും കുലത്തിൽ പിറന്ന ഒരു കന്യകയെ വേട്ട് വേദമാർഗമനുസരിച്ച് ജീവിച്ചാലും എന്നിങ്ങനെ തസ്മാ തവി കല്യാണ കുരുമേ വചനം ഹിതം കുലജാം കന്യകാമൃത്വ വേദമാർഗം സമാശ്രയ എന്നിങ്ങനെ വേദവ്യാസൻ തൻ്റെ മകനായ ശുഖബ്രഹ്മർഷിക്ക് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഔന്നത്യം, നല്ല ഗുണങ്ങൾ ഉപദേശിക്കുകയാണ് 14-ാമത്തെ അധ്യായത്തിൽ. ഇനി ശുഗൻ്റെ മറുപടിയും വീണ്ടും വേദവ്യാസൻ്റെ ഉപദേശപ്രകാരം ശുഗൻ ജനക മഹാരാജാവിൻ്റെ അടുത്ത് ഉപദേശത്തിന് പോകുന്നതുമായ ഭാഗങ്ങളാണ് തുടർന്ന് വരുന്നത്. തുടർന്ന് ശുഗൻ്റെ ഗൃഹസ്ഥാശ്രമ ജീവിതവും എല്ലാം അത് പിന്നീട്. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവിയേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ.